ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണം അറിയോ? ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതൊരു മസാല സേമിയ ബിരിയാണി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ബിരിയാണി സേമിയ ബിരിയാണി. അപ്പോൾ അതിലേക്ക് നമുക്ക് വേണ്ടത് വറുത്ത സേമിയ, അതായത് പായസ സേമിയ ഉണ്ടല്ലോ, അത് കുറച്ച് കട്ടിയുള്ളതായിരിക്കും. അപ്പോൾ ആ സേമിയ, അതുപോലെ തന്നെ കുറച്ച് തക്കാളി, മല്ലിയില, പുതിന, പിന്നെ നീളത്തിലരിഞ്ഞ സവോള, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി. അപ്പോൾ ഇത്രയും. അത് കഴിഞ്ഞ് അതിന് ശേഷം കുറച്ച് പൊടിയായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോണത് കുറച്ച് ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് പഞ്ചസാര. ഇതാണ് ഇൻഗ്രീഡിയൻസ്. ഈ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ, വലിയ എഫേർട്ടൊന്നും ഇടേണ്ട കാര്യമില്ല. കുറച്ച് നെയ്യ്, ഒരു പാത്രം, അടി കട്ടിയുള്ള ഒരു പാത്രം വേണം. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ്, ഒരു ലേശം വെളിച്ചെണ്ണ, അതിലേക്ക് നമ്മൾ നൈസായി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള, അതിട്ട് എല്ലാം ഒന്ന് വാടി കുറച്ചൊന്ന് മൂത്ത് വരണം. ഒരുപാട് മൊരിഞ്ഞ് വരണമെന്നില്ല. നമ്മൾ സാധാരണ ഒന്ന് ബിരിയാണിക്കൊക്കെ പാകത്തിനൊന്ന് വഴറ്റിയെടുക്കുമല്ലോ, അതുപോലെ. അതിലേക്ക് തന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം കുറച്ച് കറിവേപ്പില, പച്ചമുളകൊക്കെ ചേർക്കാം കേട്ടോ. അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഞാൻ ഈ സ്റ്റേജിലാണ് ചേർക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോയാലോ വെച്ച് ഉള്ളി ഇട്ട ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും കൂടെ ചേർക്കണം. ഒരു നുള്ളു പഞ്ചസാരയും ഉപ്പും കൂടെ ഇട്ട് അതും കൂടെ മിക്സ് ചെയ്തു. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതെല്ലാം അങ്ങനെ തന്നെ ഇടുന്നു. അതിനുശേഷം അതൊന്ന് നന്നായി സോട്ട് ചെയ്ത് വരണം. ഒരുവിധം ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ സോട്ട് ചെയ്യുക. അതിലേക്ക് ഇതിലിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ച് വെച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം പോകണം. അതിൻ്റെ ഒപ്പം തന്നെ തക്കാളി ഇടുക. എല്ലാം കൂടെ നമ്മൾ സാധാരണ ബിരിയാണി ചെയ്യുന്നില്ല ആ പോലെ തന്നെ, ഒരുപാട് മസാല വേണ്ടാന്ന് മാത്രം. അതെല്ലാം കൂടെ നന്നായി വഴറ്റി വരുമ്പോൾ ഒരു മൂത്ത ഇത് വരുമല്ലോ, കുറച്ചൊന്ന് മൊരിഞ്ഞൊക്കെ വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ ഒന്ന് മൊരിഞ്ഞ് വരും കേട്ടോ. അതിനുശേഷം തുറന്നിട്ട് അതിൽ കുറച്ച് വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒന്നും കൂടെയൊക്കെ ഒന്ന് അടി ഇളക്കി നോക്കണം. അടി എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ അടി കെട്ടിയുള്ള പാത്രം എടുക്കണത്, കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ പൊടിയെല്ലാം ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം മല്ലിയില, പുതിന, അങ്ങനെയുള്ള കുറച്ച് കറി ലീഫ് വേണമെങ്കിൽ ചേർക്കാം ഈ സ്റ്റേജിൽ. അതും കൂടെ ഇട്ടൊന്ന് നന്നായി സോട്ട് ചെയ്തെടുക്കാം. നന്നായി വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് അടുത്ത് ചേർക്കേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ സേമിയ. മല്ലിപ്പൊടി ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അത് ചേർക്കാൻ വിട്ടുപോയതാണ്. അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ സേമിയ, നല്ല വറുത്ത സേമിയ ആയിരിക്കണം. അതാണ് മെയിൻ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, അതേ ഉള്ളൂ. നല്ല വറുത്തിട്ടുള്ള സേമിയ ആയിരിക്കണം, കട്ടിയുള്ള സേമിയ ആയിരിക്കണം, നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന ആ സേമിയ. മറ്റേ സേമിയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കുഴഞ്ഞു പോകും. ഈ സേമിയാണെങ്കിൽ നമുക്ക് കുഴയില്ല, നല്ല ബിരിയാണി പോലെ തന്നെ നല്ല ഉലർന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അളവ് 1 കപ്പ്, ഏത് പാത്രത്തിലാണോ 1 കപ്പ് സേമിയ ആ പാത്രത്തിൽ തന്നെ 2 കപ്പ് ചുടുവെള്ളം. ഓക്കെ, നമ്മൾ സാധാരണ ബിരിയാണിക്ക് ചെയ്യുമല്ലോ 1:2 ആ രീതിയിൽ തന്നെ ചെയ്യാം. ചുടുവെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് തിളച്ച് വന്ന ശേഷം അതൊന്ന് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. ഒന്ന് തിള വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ അറിയാം ഏകദേശം ഒപ്പമായിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മൾ സാധാരണ ബിരിയാണി ദമ്മിടണ പോലെ ഒരു ദോശക്കല്ലോ എന്തെങ്കിലും ഒരു പാനോ വെച്ച് അത് ചൂടായി അതിലേക്ക് ഈ സേമിയ ആയിട്ടുള്ള സേമിയയും കൂടെ അടച്ച് വയ്ക്കുക. ഇതിൻ്റെ കറിവേപ്പില ഇടുക. വാങ്ങാൻ നേരത്ത് ഒരു സ്പൂണും കൂടെ നെയ്യ് ഇട്ട ശേഷം നമുക്കത് വാങ്ങി വെച്ചാൽ നമ്മൾ അടിപൊളി ബിരിയാണിയായി.